UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് മുതിർന്ന CPM നേതാവ് AK ബാലൻ നടത്തിയ പ്രതികരണം തള്ളി LDF കൺവീനർ TP രാമകൃഷ്ണൻ. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും എന്ന അഭിപ്രായം മുന്നണിക്കോ പാർട്ടിക്കോ ഇല്ലെന്നാണ് TP രാമകൃഷ്ണന്റെ നിലപാട്. UDF അധികാരത്തിൽ പോലും എത്താനുള്ള സാഹചര്യമില്ല, പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ചാരിയൊരു അഭിപ്രായം പറയുന്നത്? AK ബാലൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്ന നേതാവാണ് AK ബാലൻ. അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. AK ബാലന്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്നും TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ മാറാടുകൾ ഇനിയും ആവർത്തിക്കുമെന്നാണ് AK ബാലൻ അഭിപ്രായപ്പെട്ടത്. ബാലന്റെ പ്രസ്താവനയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചിരുന്നു. ഭൂരിപക്ഷ സമുദായത്തിൽ മുസ്ലിം വിരുദ്ധ വികാരമുണ്ടാക്കി രണ്ട് സമൂഹങ്ങളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ മുമ്പ് നടത്തിയ തന്ത്രമാണ് AK ബാലൻ ആവർത്തിക്കുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു. വിവാദ പരാമർശത്തിൽ CPM നേതാവ് AK ബാലന് ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി മുഹമ്മദ് സാഹിബ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. AK ബാലന്റെ പ്രസ്താവന ഒരു കലാപാഹ്വാനത്തിന് തുറക്കമിടുന്ന പ്രസ്താവനയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി ആരോപിച്ചു. മതസംഘടനയ്ക്കെതിരെ നടത്തിയ പ്രസ്താവന സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്നതാണ്. അതിനാൽ വിവാദ പ്രസ്താവന ബാലൻ വാർത്താ സമ്മേളനം വിളിച്ച് പിൻവലിക്കുകയും പരസ്യമായി മാപ്പ് പറയും വേണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുന്നു.